ഹായ് കൂട്ടുകാരെ, ആൻഡ്രോയിഡ് ഫോണിൻ്റെ പാറ്റേൺ ലോക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ ലോക്കാക്കിയിട്ട് നോക്കാം. ഞാനിവിടെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എയ്സ് എന്ന ഒരു ഫോണാണ്. ഈ ഫോൺ ഞാൻ ആദ്യം ലോക്കാക്കിയിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ ഫോൺ ലോക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാറ്റേൺ ലോക്ക് നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ തെറ്റായി പാറ്റേൺ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ തുറക്കുന്നില്ല. ഇനി ഈ പാറ്റേൺ മറന്നു പോയാൽ എങ്ങനെ നമുക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇമെയിൽ അടിക്കാതെ എങ്ങനെ ഇത് തുറക്കാം എന്ന് നോക്കാം. ഇതിനായി രണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട്. രണ്ട് സോഫ്റ്റ്വെയറും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇടുന്നുണ്ട്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളിൽ ഒന്ന്, അതായത് CWM റിക്കവറി എന്ന സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലുള്ള സാംസങ് ഗാലക്സി എയ്സ് എന്ന ഫോണിന് മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഫോണിന് ആവശ്യമായ CWM റിക്കവറി സോഫ്റ്റ്വെയർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കേണ്ടതാകുന്നു. രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എല്ലാ ഫോണിനും കോമണായി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ലോക്കായി കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഫോൺ ഓഫ് ചെയ്യുക. ശേഷം മെമ്മറി കാർഡിലേക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫയൽ കോപ്പി ചെയ്ത് എടുക്കുക. മെമ്മറി വീണ്ടും ഫോണിൽ ഇട്ട ശേഷം ഞാൻ പറയുന്ന രീതിയിൽ ഫോൺ ഓൺ ചെയ്യുക. ഫോണിൻ്റെ മെനു ബട്ടൺ, അതുപോലെ വോളിയം അപ്പ് കീ, ഇത് രണ്ടും അമർത്തി പിടിച്ചതിന് ശേഷം അതേ സമയത്ത് തന്നെ പവർ ബട്ടണും അമർത്തി പിടിക്കുക. ഫോൺ ഓണായി വരുന്നത് കാണുമ്പോൾ പവർ ബട്ടൺ വിട്ടുകൊടുക്കുക. ഇപ്പോൾ പുതിയ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ആ ഡിസ്പ്ലേ കാണുമ്പോൾ എല്ലാ ബട്ടണും വിടുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റിബൂട്ട് സിസ്റ്റം നൗ, അപ്ലൈ അപ്ഡേറ്റ് ഫ്രം SD കാർഡ്, വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റ്, വൈപ്പ് കോച്ച് പാർട്ടീഷൻ എന്നീ 4 ഓപ്ഷനാണ് കാണുന്നത്. ഇതിൽ അപ്ലൈ അപ്ഡേറ്റ് ഫ്രം SD കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്ത CW റിക്കവറി, ക്ലോക്ക് വർക്ക് റിക്കവറി എന്നുള്ള സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യാൻ മെനു ബട്ടൺ ഉപയോഗിക്കാം. ഇപ്പോൾ പുതിയ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ കുറേയേറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഇൻസ്റ്റാൾ സിപ്പ് ഫ്രം SD എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ചൂസ് സിപ്പ് ഫ്രം SD കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെമ്മറി കാർഡാണ് തുറന്നു വന്നിരിക്കുന്നത്. ഈ മെമ്മറി കാർഡിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്ക് കോപ്പി ചെയ്ത ബൈപ്പാസ് പാറ്റേൺ അറ്റംപ്റ്റ്സ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് ഇൻസ്റ്റാൾ ബൈപ്പാസ് പാറ്റേൺ അറ്റംപ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അവസാനം ഇൻസ്റ്റാൾ ഫ്രം SD കാർഡ് കംപ്ലീറ്റ് എന്നുള്ള ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ ഞെക്കിക്കൊണ്ട് മുമ്പത്തെ മെനുവിലേക്ക് പോവുക. അവിടെ റിബൂട്ട് സിസ്റ്റം നൗ എന്നുള്ള ഓപ്ഷൻ കാണും. എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഫോൺ ഓഫ് ആകുന്നത് കാണാൻ സാധിക്കും.
ഫോൺ ഓണായി വരുന്നത് കാണാം. നേരത്തെ ഫോണിൽ ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഓണായി വരുന്ന സമയത്ത് ഫോണിൽ ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ലോക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഫോൺ നമ്മൾ വിജയകരമായി അൺലോക്ക് ചെയ്തിരിക്കുന്നു.